ഇനി താഴെ കാണുന്ന ബോക്സിൽ രണ്ട് ഭാഗം നിങ്ങൾക്ക് കാണാം. ഏതൊരാളും അതിൽ ഒരു ബോക്സ് മാത്രം പൂരിപ്പിച്ചാൽ മതി. നിങ്ങളുടെ പേര് 2002 ലിസ്റ്റിൽ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ പൂരിപ്പിക്കേണ്ടത് വലതുവശത്തെ ബോക്സ് ആണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മുൻ കോളത്തിലോ അവസാന SIR പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിന്റെ വിശദാംശങ്ങൾ. ആ കാണുന്ന എഴുത്തിന് താഴെയാണ് ഇനി ഞാൻ പറയുന്ന വിവരങ്ങൾ പൂരിപ്പിക്കേണ്ടത്. ഇവിടെ നിങ്ങളുടെ വിവരമല്ല പൂരിപ്പിക്കേണ്ടത്. 2002 ലിസ്റ്റിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തിയ നിങ്ങളുടെ ബന്ധുവിന്റെ വിവരങ്ങളാണ് എഴുതേണ്ടത്. അതുകൊണ്ട് ആ വിവരങ്ങൾ എഴുതി വെച്ച പേപ്പർ കയ്യിലെടുക്കുക. നിങ്ങൾ ആരുടെ വിവരമാണ് എടുത്തിരിക്കുന്നത്? പിതാവിന്റെയാണോ അതോ മാതാവിന്റെയാണോ? രക്തബന്ധമുള്ള മേൽപ്പറഞ്ഞ ആരാണെങ്കിലും മതി. അവരുടെ പേര് ആദ്യത്തെ കോളത്തിൽ എഴുതുക. അതായത് ഈ ബോക്സിലെ ആദ്യത്തെ കോളത്തിലെ പേരിന് നേരെ അവരുടെ പേര് എഴുതുക. ഇനി ഒരു കാര്യം ഓർക്കുക, ഈ ബോക്സ് നിങ്ങളുടേതല്ല. ഇനി തുടർന്ന് എഴുതുന്ന കാര്യങ്ങൾ ഒന്നും നിങ്ങളുമായി ബന്ധം ഉള്ളതല്ല. 2002 വോട്ടർ ലിസ്റ്റിൽ ഉള്ളതുപോലെ എപ്പിക് നമ്പർ, അതായത് വോട്ടർ ID നമ്പർ താഴെ എഴുതുക. 2002 വോട്ടർ ലിസ്റ്റിൽ ഈ ആൾക്ക് ബന്ധു എന്ന് എഴുതി ഒരാളെ എഴുതിയിട്ടുണ്ട്. അവരുടെ പേര് താഴെ ബന്ധുവിന്റെ നേരെ എഴുതുക. 2002 ലിസ്റ്റിൽ റിലേഷൻ എന്നതിന് നേരെ എഴുതിയിരിക്കുന്ന ബന്ധം തൊട്ട് താഴത്തെ കോളത്തിൽ എഴുതുക. ഈ ബോക്സിന്റെ തുടക്കത്തിൽ പേരിന് നേരെ എഴുതിയ ആളുടെ ആരാണ് ഈ ബന്ധു എന്ന് നിങ്ങൾക്ക് അറിയുമല്ലോ, അതാണ് ബന്ധം. തുടർന്ന് ജില്ല, സംസ്ഥാനം എന്നിവ എഴുതുക. 2002 ലിസ്റ്റിൽ ഈ ആളുടെ പേര് കണ്ടെത്തുവാൻ നിങ്ങൾ ഉപയോഗിച്ച നിയമസഭാ മണ്ഡലത്തിന്റെ പേര് എഴുതുക. അതിനൊപ്പം കണ്ട നമ്പർ, നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ എന്നതിന് താഴെ എഴുതുക. ആ ലിസ്റ്റിൽ പാർട്ട് നമ്പർ എന്ന് എഴുതിയിരിക്കുന്ന സംഖ്യ ഭാഗം നമ്പർ എന്നതിന് താഴെ എഴുതുക. ഈ ബോക്സിന് താഴെ കാണുന്ന ഈ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഭാഗം നമ്പർ എന്നതാണ് എഴുതുവാൻ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2002 ലിസ്റ്റിൽ പാർട്ട് സീരിയൽ നമ്പർ എന്ന് എഴുതിയിരിക്കുന്ന നമ്പർ ഈ ഫോറത്തിൽ ഇപ്പോൾ പൂരിപ്പിച്ച ഈ ബോക്സിന് താഴെ കാണുന്ന ക്രമ നമ്പറിന് താഴെ എഴുതുക. ഇപ്പോൾ മനസ്സിലായില്ലേ? ഈ ബോക്സ് നമ്മുടേതല്ല. ഇവിടെ എഴുതിയ വിവരങ്ങൾ മുഴുവനും നമ്മുടെ പേര് തെളിയിക്കുവാൻ 2002 ലിസ്റ്റിൽ നിന്ന് കണ്ടെത്തിയ നമ്മുടെ ബന്ധുവിന്റെ വിവരങ്ങൾ, അതേ ലിസ്റ്റിൽ തന്നെ കണ്ട കാര്യങ്ങൾ പകർത്തുകയാണ് ഇങ്ങോട്ടേക്ക്. തുടർന്ന് ഈ കാണുന്ന ഭാഗത്ത് നിങ്ങളുടെ ഒപ്പും തൊട്ട് താഴെ തീയതിയും എഴുതുക. നിങ്ങൾ ഇതുവരെ എഴുതിയ ഫോറം ഒന്നുകൂടെ പരിശോധിക്കുക. അതിനായി ഈ വീഡിയോ ഒന്നുകൂടെ കേട്ട് വിവരങ്ങൾ ശരിയാണോ എന്ന് പൂരിപ്പിച്ചിരിക്കുന്നതെന്ന് നോക്കുക. എങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ഫോറത്തിന്റെ മുകളിൽ വലതുവശത്ത് അതിനുള്ള കോളത്തിൽ ക്ലിപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.